കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ കൃത്രിമ പാരുകൾ നിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് വിഴിഞ്ഞം മുതൽ വർക്കല വരെ നീളുന്ന പദ്ധതി. മുൻപ് കൃത്രിമ പാരുകൾ സ്ഥാപിച്ച ആഴക്കടലിലെ കാഴ്ചയാണിത്. അയലയും ശീലാവും പാരയും അലങ്കാര മത്സ്യങ്ങളും നീന്തിത്തുടിക്കുന്ന കടലാഴം. തുറമുഖത്തിന്റെ നിർമ്മാണത്തോടെ തെറ്റിയ വിഴിഞ്ഞം കടലിലെ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാനാണ് ശ്രമം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചാകരക്കാലം സൃഷ്ടിക്കാനാണ് പദ്ധതി. 30% മത്സ്യസമ്പത്ത് വർധന ഉണ്ടാകുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീരത്ത് നിന്ന് വളരെ അടുത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പെട്ടെന്ന് മത്സ്യം പിടിക്കാൻ കഴിയുകയും കൂടുതൽ ക്യാച്ച് കിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത് വിജയിപ്പിക്കാനാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള 42 മത്സ്യഗ്രാമങ്ങളിലായി 6300 കൃത്രിമ പാരുകളാണ് നിക്ഷേപിക്കുന്നത്. ഇത്തരം പാരുകൾ മീൻകൂട്ടത്തെ ഇവിടേക്ക് ആകർഷിക്കും. 3 മാസത്തിനു ശേഷം മീൻപിടുത്തം തുടങ്ങാം. മുടിവുളുകൾ നശിച്ചു പോകാതിരിക്കാൻ GPS സഹായത്തോടെ സ്ഥാനനിർണയം നടത്തിയാണ് ഇവ അടിത്തട്ടിൽ സ്ഥാപിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ ജെബി ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ജിബിൻ. ഇതുപോലെ പാരുകൾ നിക്ഷേപിച്ച് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതാണല്ലോ ഫിഷറീസ് വകുപ്പിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തുടർന്ന് ഇതിന് എന്തെങ്കിലും പരിപാലനങ്ങളൊക്കെ ആവശ്യമുണ്ടോ, അതോ ഇത് നിക്ഷേപിക്കുന്നതോടുകൂടി തന്നെ അത് പൂർണ്ണമായോ പദ്ധതി? ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആരംഭം മുതൽ തന്നെ കടലിൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയൊക്കെ തന്നെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക്, അതായത് ഈ ചെറുവള്ളങ്ങളിലൊക്കെ പോയി മത്സ്യബന്ധനം നടത്തുന്നവർക്ക്, ഒത്തിരി അകത്തേക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ തന്നെ അവരുടെ മീൻപിടുത്തം വളരെയധികം ദുഷ്കരമായിരുന്നു. ഈ പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ കടലൊക്കെ ആകെപ്പാടെ ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ മീനുകളൊക്കെ തന്നെ കരയിലേക്ക് വരുന്നതൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗമൊക്കെ തകർന്ന അവസ്ഥയിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ കണ്ടതാണ്. ഈ ചെറുവള്ളങ്ങളൊക്കെ തന്നെ വലിയ തിരമാലകളിലൊക്കെ തകർന്നു പോകുന്നതും പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖത്ത് നിന്ന് കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഇതിനൊരു ശാശ്വതമായ പരിഹാരവും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കേരളത്തിൻ്റെ കടൽ അതിർത്തിയായ പൊഴിയൂർ മുതൽ തിരുവനന്തപുരം ജില്ലയുടെ കടൽ അതിർത്തിയായ പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള ഭാഗങ്ങളിൽ ഏകദേശം 6200ഓളം കൃത്രിമ പാരുകൾ ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇവ GPS-ൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് തന്നെ ഒരിക്കലും ഇവയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ആ ഒരു കാര്യത്തിൽ കൊണ്ട് തന്നെയാണ് GPS-ൻ്റെ സഹായത്തോടു കൂടി ഇവയെ നിക്ഷേപിച്ചിരിക്കുന്നത്. GPS-ൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്നലെ ഈ കടൽപ്പാരുകളൊക്കെ തന്നെ കടലിലേക്ക് നിക്ഷേപിച്ചപ്പോൾ. ഇതുകൊണ്ട് തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ പ്രധാന മത്സ്യങ്ങളായ അയല, പാര്, ശീലാവ് തുടങ്ങിയ മീനുകളെയൊക്കെ തന്നെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പ്രജനനകാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവയെ പിടിച്ചെടുക്കാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇവയെ വളരെയധികം മുൻപ് കാലങ്ങളിൽ അവർ ചെയ്തിരുന്നത് പോലെ തന്നെ വളരെ ആയാസം കൂടാതെ തന്നെ അവർക്ക് ഇതിനെ പിടിച്ചെടുക്കാനും സാധിക്കും. മുൻകാലങ്ങളിൽ ഇതല്ല, അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ ആരംഭം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യസമ്പത്തൊക്കെ തന്നെ ഉൾക്കടലിലേക്ക് വലിയുകയും തൊട്ടടുത്ത തീരങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ തീരത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക്, ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം വളരെയധികം കാഠിന്യം നിറഞ്ഞ കാര്യമായിരുന്നു. അതിനൊരു ശാശ്വത പരിഹാരമാണ് ഇതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്.